അല്ല, ഇത് നമുക്ക് എല്ലാ നിലയിലും നാട് സ്വപ്നം കണ്ടൊരു പദ്ധതിയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നമുക്ക് MC റോഡിനെയും NH66നെയും ബന്ധിപ്പിക്കുന്നു. കുട്ടനാടിൻ്റെ ജീവനാഡിയാണ് ഈ പദ്ധതി. കുട്ടനാട് ആലപ്പുഴ ജില്ല മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ കോട്ടയം, ഈ ജില്ലകളിലൊക്കെ ആകെ വലിയ ആശ്വാസമാകുന്നൊരു പദ്ധതിയാണ്. നമുക്കറിയാം 2016 LDF സർക്കാർ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ വലിയ നിലയിൽ വെള്ളം പൊക്കമുണ്ടാകുന്ന ഈ മേഖലയെ മാറ്റിയെടുക്കാൻ വേണ്ടി അന്ന് ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കും പൊതുമരാമത്ത് മന്ത്രിയായ ശ്രീ G. സുധാകരനും ഉൾപ്പെടെ അന്നത്തെ ഗവൺമെൻറ് മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് വന്ന പദ്ധതിയാണ്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടത്. എല്ലാ മാസവും ഇതിന് വേണ്ടി മാത്രം റിവ്യൂ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇടയ്ക്കിടെ ഇവിടെ ഞങ്ങൾ വന്ന് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്ത് പോയിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വളരെ ഭംഗിയായി ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിന് ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയായി AC റോഡ് മാറും. ഈ പടഹാരത്ത് ഞങ്ങൾ ചെന്നിരുന്നു. അപ്പോൾ അവിടെ പണ്ട് ജങ്കാറായിരുന്നു, ഇപ്പോൾ അവർക്ക് പാലം വന്നു. വലിയ സന്തോഷത്തിലാണ് ആളുകൾ. അതെ, നമ്മൾ പടഹാരം പാലം ഒരു നാടിന് ഏറെ ആശ്വാസമാണ്. 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ 2021 മെയ് 20 ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്ലാൻ ചെയ്തത്. അതിനൊരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി പാലങ്ങളുടെ പ്രവൃത്തി പരിശോധിക്കാൻ ഭരണാനുമതി കിട്ടിയത് സാങ്കേതിക അനുമതി എത്തിക്കുക, പ്രവൃത്തി ആരംഭിച്ചത് വേഗത്തിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ ഈ പ്രത്യേക സംവിധാനം വന്നു. 5 കൊല്ലം കൊണ്ട് 100 പാലം എന്നുള്ളത് 5 കൊല്ലം കൊണ്ട് 200 പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അമ്പൂരിപ്പാലം നമ്മൾ കണ്ടു. അതെ, അമ്പൂരിപ്പാലം നമ്മൾ കണ്ടു. പാറശാല നമ്മുടെ സംസ്ഥാന അതിർത്തിയാണ്. അമ്പൂരിപ്പാലം 11 ആദിവാസി നമ്മുടെ ഉന്നതികളെ ലോകത്തോട് അടുപ്പിക്കുന്ന പാലമാണ്. കോഴിക്കോട്ടെ പുതിയ പാലം, ആ നാടിൻ്റെ പേര് പുതിയ പാലമാണെങ്കിലും പാലം ചെറുതായിരുന്നു. ഇന്നാണത് നാടിൻ്റെ പേര് അർത്ഥവത്താക്കുന്ന നിലയിലേക്ക് പുതിയ പാലം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളീ പറയുന്ന പടഹാരം പാലം ഉൾപ്പെടെ നിരവധി പാലങ്ങൾ നമ്മുടെ നാടിനെ ആകെ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് വന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള കേരളം ഇപ്പോൾ ഉണ്ടാകുന്നു. 2050 കേരളത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടിയിരുന്ന പല പദ്ധതികളുമാണ് കിഫ്ബി എന്ന സംവിധാനം വഴി ഫണ്ട് കണ്ടെത്തി ഇപ്പം തന്നെ യാഥാർത്ഥ്യമാക്കുന്നത്. കിഫ്ബി എവിടെ ചോദിക്കുന്നവർക്ക് റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും. അതെ, പൊന്മുട്ടയിടുന്ന താറാവാണ് കിഫ്ബി. ഒരു LDF മാജിക്കാണ് പശ്ചാത്തല വികസന മേഖലയിൽ കാണാൻ പറ്റുന്നത്. ഇന്നലെ ഇപ്പോൾ തുരങ്കപാത നമ്മൾ കണ്ടു, അമ്പൂരിപ്പാലം. ഓരോ ദിവസവും പശ്ചാത്തല വികസന മേഖലയിലെ പുതിയ പുതിയ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, പ്രവൃത്തി ആരംഭിക്കുന്നത്. നാടിനൊരു ആവേശമാണ്. കാരണം ജനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഒരു മാറ്റം പ്രകടമായി കാണാൻ പറ്റുകയാണ്. എത്രയോ കാലം കഴിഞ്ഞ് വരേണ്ടതാണ് പാലം. കാരണം കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാന തത്വങ്ങൾ ലംഘിച്ച് നമുക്ക് അർഹമായ ഫണ്ട് പലതും തരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം. നമുക്ക് നമ്മുടേതായ റവന്യൂ ഇല്ലാത്തൊരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഇത്തരം പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ദീർഘകാലം ഓരോ ബഡ്ജറ്റിനും കാത്തുനിന്ന് ഒരു 30 കൊല്ലം അപ്പുറം വെയിറ്റ് ചെയ്യേണ്ട വിഷയം കിഫ്ബി സംവിധാനം വരുന്നു. അതിലൂടെ 30 കൊല്ലം മുന്നോട്ടേക്ക്, അതായത് 2050 കേരളം ഇപ്പോൾ 2026 നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ്, ഫണ്ടാണ് കിഫ്ബി ചെലവഴിക്കുക. 500 ജില്ലാ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായി. അതിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാത്രം 50,000 കോടിയിലധികമാണ്. അപ്പോൾ ഇതൊക്കെ നാടിന് കൂടാണ്. ഒരു നാട്ടിൽ ആവശ്യമുള്ളൊരു പാലം വരുന്നു, ഒരു കെട്ടിടം വരുന്നു, മികച്ച സർക്കാർ സ്കൂൾ കെട്ടിടം വരുന്നു, മികച്ച സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ വരുന്നു. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇതിൻ്റെ മാറ്റം കാണുന്നു. നല്ല റോഡ്, വിദേശ രാജ്യങ്ങളിലുള്ളതുപോലുള്ള റോഡുകൾ, BMN-BC റോഡ്, ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന റോഡ് നിർമ്മാണമാണ്. 8 കൊല്ലം ഈടുനിൽക്കും. ചിലവ് കൂടുതലാണ്. 1 കിലോമീറ്ററിന് 50 ലക്ഷത്തിലധികം രൂപയാണ് ചിപ്പിംഗ് കാർപ്പറ്റിനേക്കാൾ ചിലവ്. ഞങ്ങൾ ഈ ഗവൺമെൻറ് വരുമ്പോൾ 5 കൊല്ലം കൊണ്ട് 50% PWD റോഡുകളും BMN-BC ആക്കാനാണ് തീരുമാനിച്ചത്. ഗ്രാമീണ മേഖല ചെല്ലുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു ഈ വെള്ളവര വരച്ച റോഡ് കാണാന്നുള്ളത്. അതെല്ലാം ഗ്രാമീണ മേഖല ഇപ്പോൾ യാഥാർത്ഥ്യം. ഞാൻ പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ടറാണ്. കോന്നിയിലൊക്കെ കാണുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത്. അതെ, 5 കൊല്ലം കൊണ്ട് 15,000 കിലോമീറ്റർ, PWD 30,000 കിലോമീറ്ററിന് 50%, 15,000 കിലോമീറ്റർ BMN-BC ആക്കണമെന്ന ലക്ഷ്യം
60%. 18,000 കിലോമീറ്റർ റോഡ് ഇന്ന് കേരളത്തിൽ BMMBC റോഡായി. ഇനിയൊരു 12,000 ബാക്കിയുള്ളത്. ഇപ്പോൾ പലതും റോഡ് വർക്ക് കിടക്കുന്നതാണ്. ഇങ്ങനെ പോയാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം PWD റോഡുകൾ 100% BMNBC റോഡായി മാറുന്നു. അത് LDF ഭരിക്കുന്ന കേരളമായി. എത്ര പൂർത്തിയായ റോഡിന്റെ ദൈർഘ്യം എത്ര? 18,000 കിലോമീറ്റർ റോഡ് കേരളത്തിൽ BMMBC പറയുമ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞെങ്കിൽ 18,000 വലിയ നമ്പർ. 18,000 കിലോമീറ്ററോളം റോഡുകൾ BMMBC റോഡായി മാറുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. അതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുമല്ലോ. ഒരു ചെറിയ കുഴി പോലും ഇല്ല. ഇനി മെയിൻ്റനൻസ് പുതിയ സംവിധാനം വന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, പച്ച ബോർഡും നീല ബോർഡും. പുതിയൊരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്. ആ പരിപാലന കാലാവധിയിൽ ആ റോഡിൻ്റെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നിർമ്മിച്ച കരാറുകാർ പരിപാലിക്കണം. ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഇത് പരസ്യപ്പെടുത്തി പച്ച ബോർഡുകൾ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് പറഞ്ഞ് കരാറുകാരുടെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ ഇതൊക്കെ വെച്ചു. നിർമ്മാണ സമയത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം നടക്കുന്നു. പരിപാലന കാലാവധി കഴിയുന്ന റോഡുകൾ 1 കൊല്ലത്തേക്ക് മുൻകൂട്ടി പുതിയ കോൺട്രാക്ട് സംവിധാനം വന്നു, റണ്ണിങ് കോൺട്രാക്ട്. അവിടെ നീല ബോർഡുകൾ വന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. ഈ റോഡിൻ്റെ പരിപാലന കാലാവധി ഇത്ര കാലമാണ്. ഇതിനിടയിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിൽ ഇന്ന കരാറുകാരൻ്റെ പേര്, ഫോൺ നമ്പർ, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ, ഇങ്ങനെ സുതാര്യത ഉറപ്പുവരുത്തി. അപ്പോൾ മെയിൻ്റനൻസും വളരെ നല്ല നിലയിൽ പോകുന്നു. ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റം.